കഥ 333. അര അന്നം. ഒരു ദിവസം ഗുരുദേവൻ കാഞ്ചീപുരം ശ്രീനാരായണ സേവാശ്രമത്തിൽ നിന്നും വർക്കലയ്ക്ക് പുറപ്പെടുകയായിരുന്നു. മദ്രാസ് വഴിയായിരുന്നു യാത്ര. ആ വിവരമറിഞ്ഞ് ചില ഗുരുദേവ ഭക്തന്മാർ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിലെത്തി ഗുരുദേവനെ കണ്ടു. അപ്പോൾ അവരിൽ ഒരു മാന്യൻ തൻ്റെ ഗൃഹത്തിലേക്ക് ഗുരുദേവനെ ക്ഷണിച്ചു കൊണ്ടുപോയി. ആ ഗൃഹത്തിൽ പല ഇനങ്ങളിൽപ്പെട്ട ഒട്ടേറെ അലങ്കാര പക്ഷികളെ വളർത്തുന്നുണ്ടായിരുന്നു. വിശാലമായ കൂടുകൾക്കുള്ളിൽ മരച്ചില്ലകളും മറ്റു സൗകര്യങ്ങളുമൊക്കെ ഒത്തിണക്കിയാണ് അവയെ സംരക്ഷിച്ചിരുന്നത്. അവയുടെ പറക്കലും ചിലക്കലും മൂളലും മറ്റു ചലനങ്ങളുമൊക്കെ കുറേ നേരം ഗുരുദേവൻ നോക്കിക്കൊണ്ടിരുന്നു. അത് കണ്ടിട്ട് ഗൃഹനാഥൻ ആ അലങ്കാര പക്ഷികളെക്കുറിച്ച് ഒരു പക്ഷിശാസ്ത്രജ്ഞനെ പോലെ വിവരിക്കുവാൻ തുടങ്ങി. അതിനടുത്തുള്ള മറ്റൊരു വലിയ കൂട്ടിൽ ഗൂസ് എന്ന് വിളിക്കപ്പെടുന്ന അരയന്നങ്ങളെയാണ് വളർത്തിയിരുന്നത്. അവയുടെ നീണ്ട കഴുത്തിന് പലതിലും പല നിറങ്ങളായിരുന്നു. അവയെല്ലാം നല്ല ഭാരവും ഉള്ളവയായിരുന്നു. ഗൃഹനാഥൻ ആ കൂട്ടിൽ നിന്നും നല്ല ഭംഗിയുള്ള ഒന്നിനെ പിടിച്ച് ഗുരുദേവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെ കഴുത്തിൻ്റെയും കണ്ണിൻ്റെയും തൂവലുകളുടെയും ഒക്കെ പ്രത്യേകതകൾ വിവരിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു: ഇത് ഭൂലോകത്തിലെ അരയന്നമാണ്. ഗുരുദേവൻ ഒന്ന് മന്ദഹസിച്ചു. എന്നിട്ട് അടുത്തു നിന്നിരുന്ന ഗോവിന്ദാനന്ദ സ്വാമിയോടായി പറഞ്ഞു: പകുതി വേറെ വല്ലതും ചേർത്താൽ അര അന്നമാകും. അവിടുത്തെ ഗൃഹനാഥൻ മത്സ്യമാംസാദികൾ പതിവായി കഴിക്കുന്നയാളായിരുന്നു. ഗുരുദേവൻ അങ്ങനെ പറഞ്ഞതറിഞ്ഞതോടെ അയാൾ പിന്നീട് മാംസാഹാരം പൂർണ്ണമായും ഉപേക്ഷിക്കുകയുണ്ടായി. കഥ 334. അകത്തായിരിക്കും വാസന. വൈക്കം സത്യാഗ്രഹം നടന്നുകൊണ്ടിരുന്ന കാലം. അന്ന് സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്നവരുടെ എല്ലാം പ്രധാന ചർച്ച സത്യാഗ്രഹത്തെപ്പറ്റിയായിരുന്നു. സത്യാഗ്രഹം വിജയിക്കുമോ അതല്ല പരാജയപ്പെടുമോ, അതായിരുന്നു ആ ചർച്ചകൾക്കെല്ലാം അടിസ്ഥാനമായിരുന്നത്. ഗുരുദേവൻ വൈക്കം സത്യാഗ്രഹത്തിന് എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ടായിരുന്നു. അതിനാൽ അത് വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് ബഹുഭൂരിപക്ഷം പേരും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. സത്യാഗ്രഹ സ്ഥലത്തെ വിശേഷങ്ങൾ ശിവഗിരിയിലെത്തുന്നവരോട് ഗുരുദേവൻ പ്രത്യേകം അന്വേഷിച്ചറിയുക പതിവായിരുന്നു. ആയിടെ TK മാധവൻ ഉൾപ്പെടെയുള്ളവർ ഗുരുദേവനെ ചെന്ന് കണ്ട് സത്യാഗ്രഹ പന്തലിലേക്ക് ക്ഷണിക്കുകയുമുണ്ടായി. അങ്ങനെ ഒരു ദിവസം കാലത്ത് ഗുരുദേവൻ വൈക്കം സത്യാഗ്രഹാശ്രമം സന്ദർശിക്കുന്നതിനായി ബോട്ടിൽ വൈക്കത്തെത്തി. ഗുരുദേവൻ്റെ വരവിനെപ്പറ്റി നേരത്തെ വിവരം കിട്ടിയിരുന്നതിനാൽ വളരെയധികം ആളുകൾ ഖദർ ഷാളുകളുമായി ബോട്ട് ചിട്ടിയിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ബോട്ട് കടവിലേക്കടുത്തപ്പോൾ ജനങ്ങൾ ആവേശഭരിതരായി തീർന്നു. അവരിൽ മുൻനിരയിൽ നിന്നിരുന്ന N. നാരായണൻ എന്നൊരാൾ ഗുരുദേവൻ ബോട്ടിൽ നിന്നും കടവിലേക്കിറങ്ങും മുൻപ് തന്നെ ഓടിച്ചെന്ന് ഖദർ കൊണ്ടുണ്ടാക്കിയ ഒരു മാല ഗുരുദേവൻ്റെ കഴുത്തിലണിയിച്ചു. മറ്റുള്ളവരെ പിന്തള്ളിക്കൊണ്ടുള്ള അതിര് കവിഞ്ഞ അയാളുടെ തിടുക്കവും സാമർഥ്യവും ഗുരുദേവന് അത്രയ്ക്കിഷ്ടപ്പെടുകയുണ്ടായില്ല. അതിനാൽ അയാളെയോ അയാൾ അണിയിച്ച മാലയെയോ ഗുരുദേവൻ വേണ്ടത്ര ശ്രദ്ധിക്കുകയുമുണ്ടായില്ല. അത് കണ്ടിട്ട് ആ മാലയിലേക്ക് ഗുരുദേവൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിനായി അയാൾ പറഞ്ഞു: ഇത് ഖദർ കൊണ്ടുണ്ടാക്കിയെടുത്ത ഹാരമാണ് സ്വാമി. അപ്പോൾ ഗുരുദേവൻ ഫലിതരൂപേണ ഇങ്ങനെ ചോദിച്ചു: നിങ്ങൾ ഉണ്ണുന്നതും ഖദറാണോ? പിന്നീട് കഴുത്തിലണിയിച്ച ആ ഹാരത്തിൻ്റെ ഒരറ്റം ഗുരുദേവൻ മണത്തു നോക്കി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: ഇതിന് വാസനയില്ല അല്ലേ? അകത്തായിരിക്കും വാസന. അത് കേട്ട് അയാൾ അല്പം ജാള്യത്തോടെ വേഗം അവിടെ നിന്നും പിൻവാങ്ങി. അയാൾ നന്നായി മദ്യപിക്കുന്നവനാണെന്നറിഞ്ഞിട്ടാണ് ഗുരുദേവൻ അങ്ങനെ പറയുകയുണ്ടായത്. ആ ബോട്ട് ചിട്ടിയിൽ നിന്നും ഗുരുദേവനെ സ്വീകരിച്ച് സത്യാഗ്രഹ ആശ്രമത്തിലേക്ക് ആനയിച്ചത് വലിയൊരു ഘോഷയാത്രയായിട്ടായിരുന്നു. ഗുരുദേവൻ എത്തിച്ചേർന്നതോടെ
സത്യാഗ്രഹികളെല്ലാം വളരെ ആവേശഭരിതരായി. അവരിൽ കുറച്ചുപേർ അപ്പോൾ അവിടെയുള്ള ചർക്കകളിൽ ഖാദി നൂൽ നൂൽക്കുകയായിരുന്നു. അത് കണ്ട് വളരെ സന്തോഷിച്ച ഗുരുദേവൻ സത്യാഗ്രഹ ആശ്രമം ആകെ നടന്നു കണ്ടു. അവിടുത്തെ പാചകശാലയിൽ ജനങ്ങൾ സംഭാവന ചെയ്ത ഭക്ഷ്യധാന്യങ്ങൾ ധാരാളമായി വന്നുകൂടിയിട്ടുണ്ടായിരുന്നു. പാചകസ്ഥലത്തെ അടുക്കും വൃത്തിയും പെരുമാറ്റവും ഗുരുവിന് നന്നേ ഇഷ്ടപ്പെടുകയുണ്ടായി. അവിടെ 2-3 വയസ്സുള്ള ഒരു ഹരിജൻ കുട്ടി അപ്പോൾ നഗ്നനായി ഓടി നടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഗുരുദേവൻ പുഞ്ചിരി തൂകി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും യഥാർത്ഥത്തിൽ പിന്നോക്കം പോകുകയാണല്ലോ. പണ്ടത്തെ പോലെ ജീവിക്കാൻ പോകുകയാണല്ലോ. കൊള്ളാം. കഥ 335. വേദാന്തം അടുക്കാനും അകലാനും കൊള്ളാം. ആലുവ അദ്വൈതാശ്രമത്തിലെത്തിച്ചേർന്ന ഗുരുദേവൻ ആലുവാപ്പുഴയുടെ തീരത്തുള്ള ഒരു ജാതിമര ചുവട്ടിൽ ഇരുന്ന് കാറ്റുകൊള്ളുകയായിരുന്നു. അപ്പോൾ ചുറ്റിലുമായി ആശ്രമത്തിലെ ചില അന്തേവാസികളും സന്യാസി ശിഷ്യന്മാരും നിൽപ്പുണ്ടായിരുന്നു. ആ നേരത്ത് നല്ലൊരു കർഷകനായിരുന്ന ഒരു ഗുരുഭക്തൻ ഒരു കുട്ട നിറയെ പലതരം കാർഷിക വിഭവങ്ങളുമായി അവിടെ വന്നെത്തി. അയാൾ അത് ഭക്തിപൂർവം ഗുരുദേവന് കാഴ്ചവെച്ച് നമസ്കരിച്ചു. അത് കണ്ടിട്ട് ഗുരുദേവൻ പറഞ്ഞു, കൊള്ളാമല്ലോ, നാം ശിവഗിരിയിലും ഇതുപോലെ കൃഷി ചെയ്യിക്കുന്നുണ്ട്. അയാൾ അപ്പോൾ അഭിമാനത്തോടെ തൻ്റെ പുരയിടത്തിലെ കൃഷികളെപ്പറ്റി ഓരോന്നെടുത്ത് പറയുവാൻ തുടങ്ങി. ഗുരുദേവൻ, കൃഷി ആദായമുള്ളതാണ്. മലക്കറികൾക്കൊപ്പം നിലക്കടല കൂടി കൃഷി ചെയ്യണം. കർഷകൻ, കുറച്ച് സ്ഥലത്ത് നിലക്കടലയും കൃഷി ചെയ്തിട്ടുണ്ട് സ്വാമി. ഗുരുദേവൻ, അതിന് നിത്യവും ശ്രദ്ധ വേണ്ടതാണ്. വള്ളികൾക്ക് വേണ്ടിടത്ത് നേരം നോക്കി മണ്ണിട്ട് കൊടുക്കണം. നല്ല ആദായം കിട്ടും. അങ്ങനെ ഗുരുദേവൻ അയാളോട് കൃഷിക്കാര്യങ്ങൾ വളരെ താല്പര്യപൂർവ്വം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ വക കാര്യങ്ങളിൽ ഒട്ടും അഭിരുചിയില്ലാതിരുന്ന ചില സന്യാസിമാരും അന്തേവാസികളും അവിടെ നിന്നും പിൻവാങ്ങി പുഴവക്കിലേക്ക് പോയി. അത് ശ്രദ്ധിച്ച ഗുരുദേവൻ അല്പനേരം കഴിഞ്ഞ് വേദാന്ത കാര്യങ്ങളിലേക്ക് കടന്നു. ഒരു കർമ്മത്തിലും സംഘം പാടില്ലെന്നും അസംഗനായി കർമ്മം ചെയ്യണമെന്നും മറ്റും ഗുരുദേവൻ പറഞ്ഞു തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ വേദാന്ത കാര്യങ്ങളിൽ തീരെ അഭിരുചിയില്ലാതിരുന്ന ആ കർഷക ഭക്തൻ ഗുരുസന്നിധിയിൽ നിന്നും വിടവാങ്ങി. അപ്പോൾ നേരത്തെ അവിടെ നിന്നും മാറിപ്പോയിരുന്ന സന്യാസിമാരും അന്തേവാസികളും ഗുരുസന്നിധിയിലേക്ക് മടങ്ങി വന്നു. വേദാന്ത സംഭാഷണം ശ്രദ്ധിച്ച് നിൽപ്പായി. അത് കണ്ടിട്ട് ഒരു മന്ദഹാസത്തോടെ ഗുരുദേവൻ മൊഴിഞ്ഞു, വേദാന്തം അടുക്കാനും അകലാനും കൊള്ളാം, ഇല്ലയോ? അതിനുള്ള മറുപടി എന്നോണം എല്ലാവരും അടക്കിച്ചിരിച്ചു.